കണ്ണാടിയിൽ നോക്കി തൻ്റെ ഭംഗി ആസ്വദിക്കുന്ന തിരക്കിലാണ് അവൾ. ഇവളാണ് ഈ കഥയിലെ നായിക. അപ്പൻ്റെയും അമ്മയുടെയും ഒരേ ഒരു സന്തതി റോസ്ലിൻ. ഒരു സാധാരണക്കാരനായ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന സോളമൻ്റെയും നാൻസിയുടെയും ഒരേ ഒരു മകളാണ് ഈ റോസ്ലിൻ. റോസ്ലിൻ 2 ഇയർ നേഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. അതും പള്ളി വകയുള്ള ലേഡീസ് കോളേജ്. പണ്ട് മുതലേ ലേഡീസ് ഓൺലി വിദ്യാഭ്യാസമാണ് അവൾക്ക്. അതായത് പഠിച്ചത് മുഴുവൻ ഗേൾസ് സ്കൂളിൽ. ഒന്ന് മഷിയിട്ട് നോക്കിയാൽ പോലും ആൺകുട്ടികളെ കാണാൻ പറ്റാത്ത അവസ്ഥ. ഷോ, ഒന്നും ക്ലിയറായി കാണുന്നില്ലല്ലോ, അവൾ കണ്ണാടി നോക്കി പറഞ്ഞുകൊണ്ട് തൻ്റെ വട്ടക്കണ്ണട എടുത്തു വെച്ചു. സുന്ദരിയാണ്, പക്ഷേ കുറച്ച് ഉയരം കുറവുണ്ട്, സ്വല്പം തടിയും. എന്നാൽ തന്നെ ക്ലാസ്സിൽ മറ്റു കുട്ടികൾ വിളിക്കുന്ന പോലെ ഉണ്ടപ്പക്രു എന്ന് വിളിക്കാൻ മാത്രമില്ല. അവൾ ഓരോന്ന് ചിന്തിച്ചിരുന്നപ്പോഴേക്കും അവളെ അമ്മച്ചി ഉറക്കെ വിളിച്ചു. റോസമ്മേ, എടി ഇങ്ങോട്ട് വാ. മുറിയിൽ കയറി ഇരിക്കാതെ. അടുക്കളയിൽ നിന്നും പോരാളിയുടെ വിളി കേട്ടപ്പോൾ റോസ് വേഗം അങ്ങോട്ടേക്ക് പോയി. അമ്മച്ചിയുടെ മാക്സിയാണ് അവളുടെ വേഷം. നീനോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് എൻ്റെ മാക്സി എടുത്ത് ഇടരുത് എന്ന്, നാൻസി ഒച്ചയിട്ടു. അതിനിപ്പോൾ എന്താ, ഈ ചൂടുകാലത്ത് വേറെ എന്നതാ ഇടുക? അമ്മച്ചി കൊണ്ടുപോയി കേസ് കൊടുക്ക്. അല്ല പിന്നെ, അവൾ പരിഭവിച്ചു. എടി പെണ്ണേ, ഇത് നിനക്ക് നീളം കൂടുതലാണ്, തട്ടിത്തടഞ്ഞു വീഴും. അമ്മച്ചിയുടെ വക ഉപദേശമൊന്നും കേൾക്കാതെ അവൾ പോകാൻ നിന്നതും അമ്മച്ചി അവളെ പിന്നെയും വിളിച്ചു. എടി, അപ്പുറത്ത് പുതിയ താമസക്കാർ വാടകയ്ക്ക് വന്നിട്ടുണ്ട്. അവർ കുറച്ചു മുമ്പ് എന്നോടും പപ്പയോടും സംസാരിച്ചിരുന്നു. നീ ഈ ചിക്കൻ കറി ഒന്ന് അവർക്ക് കൊടുത്തേക്ക്. അവർ ഇപ്പോൾ ഏതാണ്ട് അടുക്കളയിൽ ചെന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. കറി കൊടുത്താൽ അവർക്കൊരു സഹായമാവും, അമ്മച്ചി പറഞ്ഞു. എനിക്കൊന്നും വയ്യ ഈ മാക്സി ഇട്ടുകൊണ്ട് പോകാൻ, അവൾ പറഞ്ഞു. ഒരു പ്രായം ചെന്ന ഉമ്മ മാത്രമേ ആ വീട്ടിലുള്ളൂ. മോൾ എന്തായാലും പോയി കൊടുത്തുവാ. അമ്മച്ചിയുടെ പഞ്ചര വർത്തമാനത്തിൽ അവൾ വീണു. കാര്യമായി ഒരുങ്ങാനൊന്നും നിൽക്കാതെ അവൾ കയ്യിൽ തൂക്കുപാത്രം പിടിച്ച് അപ്പുറത്തെ വീട്ടിലേക്ക് ഓടിക്കയറി കോളിംഗ് ബെല്ലടിച്ചു. ചുരിദാർ ധരിച്ച ഏകദേശം ഒരു 40 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ഉമ്മയാണ് വാതിൽ തുറന്നത്. അയ്യോ, ഇത്ര ചെറുപ്പമുള്ള ആൻറ്റിയാണോ എൻ്റെ തളച്ചി ഉമ്മ എന്ന് പറഞ്ഞത്? ഇതിപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് പ്രായമുള്ള ആളായിരുന്നല്ലോ. കുറച്ചുകൂടി നല്ല വേഷത്തിൽ വരാമായിരുന്നു, അവൾ ചിന്തിച്ചു. മോൾ നാൻസി ചേച്ചിയുടെ മോളാണോ? ഉമ്മ ചോദിച്ചു. അതെ, ഞാൻ കറി തരാൻ വേണ്ടി, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്തായാലും കൊള്ളാം ഈ മാക്സിയൊക്കെ ഇട്ടിട്ട്, അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾക്ക് ചമ്മൽ തോന്നി. ആൻറ്റി ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ? അവൾ ചോദിച്ചു. അല്ല, എൻ്റെ മോൻ കൂടിയുണ്ട്. അവനിവിടെ കോളേജിൽ എന്തോ പഠിക്കണേ. ഏകദേശം ഒരു 2 മാസം കഴിഞ്ഞാൽ ഞങ്ങൾ പോവും, അവർ പറഞ്ഞു. എന്ത് കോഴ്സാണ്? എനിക്ക് അതൊന്നും അറിയില്ല കുട്ടി, അവർ പറഞ്ഞതും പെട്ടെന്നാണ് ഒരാൾ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുന്നത്. അവൾ ആ രൂപത്തെ കൗതുകത്തോടെ നോക്കി. പിങ്ക് ഷർട്ടും ബ്ലൂ ജീൻസും ധരിച്ച ഒരു സുന്ദരൻ, വെളുത്ത റോസ് കലർന്ന നിറത്തിൽ പൂച്ച കണ്ണുകളുള്ള അവൻ അവളെ കണ്ണുകൾ ചുരുക്കിക്കൊണ്ട് നോക്കി. ക്ലീൻ ഷേവ് ചെയ്ത ആ മുഖം അവളുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങി. പരിസരം പോലും മറന്ന് അവൾ അവനെ നോക്കി. അമ്മി, ഇത് അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാണടാ. കണ്ടോ, നമുക്ക് കറി കൊണ്ട് വന്നതാണ് ഈ മോൾ. കറിപ്പാത്രം കാണിച്ചുകൊണ്ട് അവർ പറഞ്ഞതും അവനവരെ നോക്കി തലയാട്ടി. ഒപ്പം അവളെയും ഒന്ന് അടിമുടി നോക്കി. അവൻ്റെ മുമ്പിൽ മാക്സിയിട്ട് അമ്മച്ചി കെട്ടുപോലെ മുടിയും കെട്ടി നിൽക്കുന്നതിൽ അവൾക്ക് ലജ്ജ തോന്നി. അവൻ അവൾക്ക് അടുത്തേക്ക് വന്നതും അവൾ വിറച്ചുപോയി. മൂക്കിൻ തുമ്പിലേക്ക് വന്ന കണ്ണട അവൾ ഒന്നുകൂടി ശരിയാക്കിക്കൊണ്ട് അവനെ നോക്കി. ഹലോ, അവൻ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് പോയതും വില കൂടിയ അത്തറിൻ്റെ മണം അവളെ പൊതിഞ്ഞു. ചെറുതായി അവൻ്റെ ഷർട്ടിൻ്റെ തുമ്പ് അവളുടെ തോളിൽ പതിഞ്ഞു. അവൾ വേഗം ഉമ്മയുടെ അടുത്ത് ബൈ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതും അവൻ ബൈക്കിൽ പോകുന്നത് അവൾ കണ്ടു. അവൾ വീട്ടിലേക്ക് വന്നു. കണ്ണാടി പോയി വീണ്ടും നിന്നു. എൻ്റെ കർത്താവേ, ഇത്രയും ലുക്കുള്ള ചെക്കനുള്ള വീട്ടിലേക്കാണല്ലോ അമ്മച്ചി എന്നെ കോലത്തിൽ വിട്ടത്. ചെറുക്കൻ നോക്കിയ നോട്ടം ഇപ്പോഴും ഓർമ്മയുണ്ട്. നെഞ്ചിൽ അങ്ങ് കയറി ഇറങ്ങുന്ന നോട്ടം. ഹൃദയം ഇപ്പോഴും പടപെടാൻ മിടിക്കുന്നു. അടിവയറ്റിൽ 1000 പൂമ്പാറ്റ പറക്കുന്നു. ഇതാണോ ഇനി എൻ്റെ ഫസ്റ്റ് ലവ്? ഇതിനാണോ ഇതുവരെ ആൺകുട്ടികളെ കാണാതെ ഞാൻ പഠിച്ചത്? കർത്താവേ, ഇതുപോലൊരു സുന്ദരൻ അയൽവാസിയെ തന്ന നീ എത്രയോ മഹാൻ, അവൾ മുന്നിലെ കർത്താവിനെ നോക്കി പറഞ്ഞുകൊണ്ട് ബെഡിൽ മലർന്നിടുന്നു. അമ്മി, അപ്പോൾ അമീർ എന്നായിരിക്കും പേര്? അയ്യോ, ആൾ മുസ്ലിമാണ്. ഞെട്ടലോടെ വീണ്ടും ബെഡിലിരുന്നു. എൻ്റെ ഈശോയെ, നീ കുരിശിൽ കയറിയത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ലല്ലോ, എല്ലാ മനുഷ്യർക്കും വേണ്ടിയല്ലേ. അപ്പോൾ മതം ഒരു പ്രശ്നമാണോ? ഒരിക്കലുമല്ല. പക്ഷെ പപ്പയും മമ്മിയും? പപ്പ സമ്മതിച്ചാലും മമ്മ പാരയാവും. അതിനാദ്യം എൻ്റെ അമ്മി സമ്മതിക്കണ്ടേ? അവൾ ചിരിച്ചുകൊണ്ട് കട്ടിൽ കിടന്നുകൊണ്ട് തലേണെ കെട്ടിപ്പിടിച്ചു. റോസമ്മേ, കറി കൊടുക്കാൻ പോയിട്ട് നീ വന്ന് കിടക്കാണോ? അമ്മച്ചി ചോദിച്ചു. അവൾ വേഗം കട്ടിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് അമ്മച്ചിയെ നോക്കി പേടിപ്പിച്ചു. അവിടെ ഒരു പ്രായം ചെന്ന ഉമ്മയുണ്ട് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇതിപ്പോൾ ഞാൻ പോയി ചമ്മി. അവിടെ ഒരു ചെറുക്കനും ഉണ്ടായിരുന്നു. ഞാൻ ഈ കോലത്തിലാണ് പോയത്, അവൾ ദേഷ്യത്തിൽ പറഞ്ഞു. ഓ, പിന്നെ അപ്പുറത്തെ വീട്ടിൽ പോകാൻ നീ കുറേ പൗഡർ ഇട്ട് പോവൊന്നും വേണ്ട.
പിന്നെ ആ ചെറുക്കൻ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, എന്താ നിറം? അവരുടെ ഭർത്താവ് ദുബായിലെങ്ങുമാണ്, മലപ്പുറത്താണ് വീട്. ഇവിടെ എന്തോ 2 മാസം കോച്ചിങ് എന്നാ പറഞ്ഞത്, അമ്മച്ചി പറഞ്ഞു. അത്രയ്ക്ക് ഭംഗിയുണ്ടോ? ഞാൻ ശ്രദ്ധിച്ചില്ല. റോസ് നല്ല രീതിയിൽ അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. നല്ല ഭംഗിയാണ് ചെറുക്കനെ കാണാൻ. ആൾ കുറച്ച് സൈലന്റ് ടൈപ്പാണെന്ന് തോന്നുന്നു. എന്നോട് ചെറുതായിരുന്നു ചിരിച്ചതേ ഉള്ളൂ. നല്ല ഐശ്വര്യമുള്ള മുഖം. അല്ലെങ്കിലും മാപ്പിള ചെറുക്കന്മാർക്ക് നല്ല നിറവും ഭംഗിയും ഉണ്ടാവും. അമ്മച്ചി ആരോട് പറയുന്ന പോലെ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. അപ്പോൾ മലപ്പുറം മുഞ്ചനാണ്. റോസ് ചിരിച്ചുകൊണ്ട് തൻ്റെ ജനൽ തുറന്ന് അങ്ങോട്ടേക്ക് നോക്കി. അപ്പോഴേക്കും താഴെ ബൈക്കിൽ നിന്നും ആമിർ ചാവി കറക്കിക്കൊണ്ട് തൻ്റെ വീട്ടിലേക്കായിരുന്നത് അവൾ ജനൽ വഴി നോക്കി നിന്നു. കർത്താവേ, ഇതുവരെ ആരോടും തോന്നാത്ത അട്രാക്ഷനാണല്ലോ ഒറ്റക്കാഴ്ച ഇവനോട് തോന്നുന്നത്. അപ്പോൾ ഇതുവരെ ഈ കോട്ടയം ജില്ലയിൽ ഇതുവരെ ഞാൻ കണ്ടത് ആൺപിള്ളേരെ തന്നെയല്ലേ? എനിക്ക് വേണ്ടി നീ സൃഷ്ടിച്ചത് അങ്ങ് മലപ്പുറത്താണോ? റോസ് നഖം കടിച്ചുകൊണ്ട് ആലോചിച്ചു. പെട്ടെന്നായിരുന്നു പല്ലി ജലിച്ചത്. അതെ, ഇത് എനിക്ക് തന്ന സൂചന തന്നെ. അപ്പോൾ ഇനി മലപ്പുറത്തേക്ക് കെട്ടിക്കൊണ്ട് പോകുമായിരിക്കും. അയ്യോ, എനിക്ക് വയ്യേ. റോസ് വീണ്ടും നാണിച്ചുകൊണ്ട് ബെഡിലിരുന്നു. കോട്ടയം ജില്ലയുടെ അപ്പുറത്ത് പോകാത്ത അവൾക്ക് ഇതൊക്കെ എന്തോ അത്ഭുതം പോലെയായിരുന്നു. പള്ളിയും സ്കൂളും കോളേജും എല്ലാം അടുത്തു തന്നെ. 12 രൂപയുടെ ബസ് ദൂരത്തിലപ്പുറത്തേക്ക് അവൾക്ക് എങ്ങോട്ട് പോകേണ്ടി വന്നിട്ടില്ല. വീട്ടിലിരുന്നുള്ള ഹിന്ദി സീരിയൽ സിനിമയും കാണലാണ് അവളുടെ ഹോബി. രാത്രി 8 മണിയാവുമ്പോൾ മുടങ്ങാതെ സ്റ്റാർ പ്ലസ് ചാനൽ വെക്കും. അവൾക്ക് ഇഷ്ടപ്പെട്ട പ്യാർ ക്യോ ക്യാ നാം ധൂൺ എന്ന പ്രിയപ്പെട്ട സീരിയൽ കാണും. അതിലെ കഥാപാത്രമായ അർണവ് എന്ന നായകനെ കാണുമ്പോൾ ഇപ്പോൾ അമീറിനെയാണ് അവൾക്ക് ഓർമ്മ വരുന്നത്. റിമോട്ട് കയ്യിൽ പിടിച്ച് TV കണ്ടിരിക്കുമ്പോഴാണ് അപ്പം വരുന്നത്. അമ്മച്ചിയെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അമീറിനെ പറ്റിയും ഉമ്മയെ പറ്റിയെല്ലാം. അപ്പച്ച ചിരിച്ചുകൊണ്ട് കേൾക്കുന്നുണ്ട്. എടി റോസമ്മേ, നീ മനുഷ്യൻ മനസ്സിലാവുന്ന ഭാഷയിലുള്ളത് വല്ലതും വെക്കുമോ? ആ ന്യൂസ് ഒന്ന് വെക്കടി. അപ്പം പറഞ്ഞതും റോസ് മുഖം തിരിച്ചു. എൻ്റെ സീരിയൽ കഴിഞ്ഞിട്ട് കണ്ടോ അപ്പൻ ന്യൂസ്? അവൾ ദേഷ്യത്തിൽ പറഞ്ഞതും അമ്മച്ചി വന്ന് തലയിലൊരു കൊട്ടുകൂട്ടി. ഏതു നേരവും ഹിന്ദി സീരിയലും തമിഴ് പാട്ടുമാണ്. 4 അക്ഷരം പഠിക്കുന്ന കാണാനില്ല. ഇവിടെ നേഴ്സിംഗ് വിട്ടത് വലിയൊരു തെറ്റായിപ്പോയി. അമ്മച്ചി കിടന്ന് കുരയ്ക്കാൻ തുടങ്ങിയതും അവൾ ദേഷ്യത്തിൽ അത് മൈൻഡ് ചെയ്ത് അപ്പം കൊണ്ടുവന്ന പൊതിയിൽ നിന്നും ഒരു ബേക്കറി പൊതി എടുത്ത് പൊട്ടിച്ചു. അത്താഴം കഴിക്കാൻ നേരമായില്ലേ റോസി? ഇപ്പോൾ എന്തിനീ ബേക്കറി? ഇങ്ങനെ ഓരോന്ന് കഴിച്ചിട്ടാണ് നീ ഉരുണ്ടിരിക്കുന്നത്. പോരാത്തതിന് നീളവുമില്ല. കെട്ടാൻ പോകുമ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയുക. അമ്മച്ചി സ്ഥിരം വർത്തമാനം പറഞ്ഞതും റോസ് കണ്ണു നിറച്ച് അപ്പയെ നോക്കി. എൻ്റെ കൊച്ചു കുറച്ച് നീളമില്ലെങ്കിൽ എന്താ? നിന്നെ ഞാൻ കെട്ടിയില്ലേ നാൻസി? നീ അത്ര നീളമുണ്ടോ? അപ്പോൾ ഇവളെയും ആരെങ്കിലും കെട്ടിക്കോളും. അപ്പം പറഞ്ഞപ്പോൾ അവൾ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു. എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടാൻ പോണില്ല. ഇവളുടെ പ്രായത്തിലുള്ള പെൺപിള്ളേരെല്ലാം നല്ല കോലത്തിലാണ് നടക്കുന്നത്. പാകത്തിന് തടിയുമുണ്ട്, നീളമുണ്ട്. ഇവളാണെങ്കിൽ പള്ളിയിൽ വിളിച്ചാൽ പോലും വരാൻ മടിക്കുന്നവൾ. അതുകൊണ്ടാണ് ഇങ്ങനെ, അമ്മച്ചി പറഞ്ഞു. അമ്മച്ചിക്ക് പിന്നെ എനിക്കൊരു പനി വന്നാലും അതെൻ്റെ സ്വഭാവം ശരിയല്ല. അല്ലെങ്കിൽ ഞാൻ പള്ളിയിൽ വരുന്നില്ല. ഇതൊക്കെയാണ് കാരണം. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റാണ് അമ്മച്ചി. ഇതുപോലെയുള്ള പൊട്ടത്തരമൊന്നും ഞാൻ വിശ്വസിക്കില്ല. എനിക്ക് നീളമില്ലെങ്കിൽ അത് അമ്മച്ചി കാരണമാണ്. അച്ഛൻ്റെയും അമ്മയുടെയും ജീനാണ് മക്കൾക്ക് കിട്ടുക. പിന്നെ എന്നെ കെട്ടാൻ ഈ നാട്ടിൽ നിന്നും ആരും വരണമെന്ന് എനിക്കില്ല. എനിക്ക് വേണ്ടി മലപ്പുറത്ത് നിന്നും ചെറുക്കനെ കിട്ടും. ദേഷ്യത്തിൽ തുള്ളിച്ചാടി പോകുന്ന റോസിനെ അമ്പരപ്പോടെ അപ്പനും അമ്മയും നോക്കി നിന്നു. അല്ലടി, ഇതിൻ്റെ ഇടയ്ക്ക് മലപ്പുറം എങ്ങനെ വന്നു? അപ്പൻ ചോദിച്ചു. നിങ്ങളുടെ മോളല്ലേ, വെളിവില്ലാതെ പലതും പറയും. വന്ന് ചോറ് കഴിക്കും മനുഷ്യ, അമ്മച്ചി പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. അവൾ വേഗം തൻ്റെ ജനൽ തുറന്നു നോക്കി. അമ്മയുടെ മുറിയിൽ വെളിച്ചമുണ്ട്. ജനൽ പരക്കെ തുറന്ന് ഇട്ടിരിക്കുന്നു. ഒരു വെള്ള ടവൽ ഇട്ടുകൊണ്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നവനെ കണ്ട് അവൾ വെള്ളം ഇറക്കി നോക്കി നിന്നുപോയി. ജിം ഫിറ്റായ ബോഡി, രോമങ്ങളൊന്നുമില്ല. നല്ല റോസ് നിറത്തിൽ ഒരു ചെറുക്കൻ. അവൻ കുളി കഴിഞ്ഞു കണ്ണാടി നോക്കി. എന്തൊക്കെയോ ബോഡി തേക്കുന്നുണ്ട്. മുടിയിലും എന്തോ തേച്ചു. വെറുതെ അല്ല, ചെറുക്കൻ അടുത്ത് വരുമ്പോൾ ഇത്ര മണം. പാപ്പ ദുബായ് ആണല്ലോ, കംപ്ലീറ്റ് ദുബായ് പ്രോഡക്ട്സ് ആവും. റോസ് ആത്മാവ്യം പറഞ്ഞു. പെട്ടെന്നാണ് അവൻ ജനൽഭാഗത്തേക്ക് നോക്കിയത്. റോസ് ഞെട്ടലോടെ മുഖം തിരിച്ചു ഫോൺ വിളിക്കുന്ന പോലെ അഭിനയിച്ചുകൊണ്ട് നടന്നു. അവളുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. അവൻ തന്നെ കണ്ട് കാണുമോ? ഒരു കോഴിയാണ് കരുതുമോ? പേടിയോടെ അവൾ ഒളി കണ്ടിട്ട് നോക്കിയതും അവളെ നോക്കിക്കൊണ്ട് അവൻ കർട്ടൻ ഒറ്റ വലി വലിച്ചു. ഷോ, മോശമായിപ്പോയല്ലോ. ഞാൻ വായി നോക്കിയെന്ന് കരുതുമോ? കരുതിയാൽ എന്താ? എന്നായാലും ഞാൻ കാണേണ്ട ബോഡിയല്ലേ? റോസ് ചിരിച്ചുകൊണ്ട് തൻ്റെ ബെഡിലിരുന്നു. തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ അശ്വതിയുടെ ഫോണിൽ ഒരു മെസ്സേജ് ഇട്ടു. ഡി, ഞാൻ എൻ്റെ പ്രണയത്തെ കണ്ടുപിടിച്ചു. ബാക്കി നാളെ ക്ലാസ്സിൽ വരുമ്പോൾ പറയാം. അപ്പോൾ തന്നെ അച്ചു അവളെ തിരിച്ചു വിളിച്ചുവെങ്കിലും റോസ് മനഃപൂർവ്വം എടുത്തില്ല. കുറച്ചു നേരം അവളുടെ സ്വസ്ഥത പോട്ടെ. റോസ് ചിരിച്ചുകൊണ്ട് വീണ്ടും ജനൽക്കമ്പിൽ പിടിച്ച് തൂങ്ങി നോക്കി. ക്ലാസ്സിലിരുന്ന അച്ഛനോട് എല്ലാം പറയുകയാണ് റോസ്. കാര്യങ്ങൾ ഓരോന്ന് കേട്ടതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. റോസമ്മേ, ഇത് വേണ്ടാട്ടോ. മുസ്ലിം ചെക്കനാണ്, നിനക്ക് പണി കിട്ടും.
ഒരിക്കലും വീട്ടിൽ സമ്മതിക്കില്ല. പിന്നെ അവരുടെ വീട്ടിൽ നിന്റെ അത്ര പോലും സമ്മതിക്കില്ല. അവർക്ക് മതം വിട്ടൊരു കളിയുമില്ല. നിന്റെ അമീറിൻ്റെ ഉമ്മ നിന്നെ വെട്ടി ബിരിയാണി വെക്കും. വേണ്ടാത്ത മോഹങ്ങൾ വേണ്ട. അച്ചു പറഞ്ഞതും റോസ് തൻ്റെ കവിളുകളൊന്നുകൂടി വീർപ്പിച്ചു. ആ ഉമ്മയെ കണ്ടാലറിയാം, പാവമാണ്. മോൻ്റെ കോളേജ് ഏതാ ചോദിച്ചപ്പോൾ അതുപോലും പറഞ്ഞു തരാൻ അറിയാത്ത പാവത്താനാണ്. എനിക്ക് ആ ഉമ്മയെ ഇഷ്ടമായി, മകനെയും. ഇതുവരെ ഞാൻ ആരെയും ഇങ്ങനെ കാര്യമായി പറഞ്ഞില്ലല്ലോ നിന്നോട്. പക്ഷേ ഇവൻ്റെ കാര്യത്തിൽ ഞാൻ സീരിയസ് ആണ്. എൻ്റെ ഫസ്റ്റ് ലവ് ആണ്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരാളെ വേണം തോന്നുന്നത്, അവൾ പറഞ്ഞു. പിന്നെ ഈ കോട്ടയത്ത് വേറെ സുന്ദരനില്ലല്ലോ. നീ മലപ്പുറത്ത് മാപ്പിള ചെക്കനെ കണ്ടുപിടിച്ച് വരാൻ, അശ്വതി ദേഷ്യത്തിൽ പറഞ്ഞു. നീ എൻ്റെ ഇക്കയെ കണ്ടു നോക്ക്, എന്നിട്ട് പറ, റോസ് പറഞ്ഞതും അച്ചു വാപൊളിച്ചു നോക്കി. ഒരു ദിവസം കൊണ്ട് ഇക്കയോ? മോളെ നീ. അച്ചു പറഞ്ഞു തീരുന്ന മുമ്പ് അവളുടെ വാപൊത്തി. നെഗറ്റീവ് പറയരുത്. ഇതെന്താ അറിയില്ല, ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെയാണ് എന്ന് തോന്നുക. എനിക്ക് വേണ്ടി കർത്താവ് കണ്ടുപിടിച്ച ഇണ ഇതാണ് തോന്നുക. അല്ലാതെ ഞാൻ വേറെ ആണുങ്ങളെ കാണാത്തതൊന്നും അല്ലല്ലോ. നീ വൈകുന്നേരം കോളേജ് വിട്ട് എൻ്റെ കൂടെ വായോ, ഞാൻ കാണിച്ചു തരാം, റോസ് പറഞ്ഞപ്പോൾ താല്പര്യമില്ലെങ്കിൽ കൂടി അച്ചു സമ്മതിച്ചു. വൈകുന്നേരം വീട്ടിലെത്തിയ ഉടനെ റോസ് അച്ചുവിന് ഒരു നാരങ്ങ വെള്ളം കലക്കി കൊടുത്തു. പുറത്ത് സിറ്റൗട്ടിലിരുന്നു. അവൻ വരുന്നത് നോക്കി ഇരിക്കുകയാണ് അവൾ. പെട്ടെന്നാണ് അവൻ്റെ ബുള്ളറ്റ് ശബ്ദം കേട്ടത്. അവൾ വേഗം പുറത്തേക്കിറങ്ങി മതിലെ കഷ്ടപ്പെട്ട് തൂങ്ങിപ്പിടിച്ചു നിന്നു. ഏയ്, ഉമ്മ ഉണ്ടോ അകത്ത്? അവൾ ചോദിച്ചതും അവൻ അവളെ നോക്കിക്കൊണ്ട് തലയാട്ടി ഉള്ളിൽ കയറി. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് വാപൊളിച്ചു പിന്നിൽ നിൽക്കുന്ന അച്ചുവിനെയാണ്. എങ്ങനെയുണ്ട്? റോസ് ചോദിച്ചു. പൊന്നുമോളെ, ഇതേതോ ഹിന്ദി നടൻ. എന്തൊരു നിറം! ക്ലീൻ ഷേവ് ചെയ്ത് സുന്ദരക്കുട്ടപ്പൻ. എനിക്ക് നമ്മുടെ അർണോ സിംഗ് ഓർമ്മ വന്നു. സീരിയൽ നടനെ പോലെ അല്ലേടി? അച്ചു വാപൊളിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് അത് തന്നെയാടി തോന്നുന്നത്. അങ്ങേരും അർണവും ആണെങ്കിൽ ഞാൻ ഖുഷി. ഇപ്പോൾ സീരിയൽ കാണുമ്പോൾ ഇവനെയാണ് ഓർമ്മ വരുന്നത്. നീ വാ, പോയി ഉമ്മയെ പരിചയപ്പെടാം. റോസ് അവളുടെ കൈയും പിടിച്ച് ഉള്ളിൽ കയറി.